നിനക്ക് വേണ്ടി CI ഒരു കൊല ചെയ്യേണ്ട കാര്യം എന്താ? അത് ഞാനല്ലല്ലോ സാറേ പറയേണ്ടത്, അയാളല്ലേ. സാർ ചോദിക്കുക അയാൾ പറയും. അപ്പടിന്നാ அந்த ബോഡി എങ്ക? അതാ കാട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ എവിടെയെന്ന് പറയില്ല. വിവേകിനെ കൊല്ലുന്നതിന് മുന്നേ ഞങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു, പക്ഷെ അത് CI സാറ് തെറ്റിച്ചു. ഇനി എല്ലാം എല്ലാവരും അറിയും. എന്ത് ധാരണ? പറയില്ല, ഞാൻ വിശ്വാസവഞ്ചന കാണിക്കില്ല. കൂട്ടുപ്രതിയെ കൂട്ടിക്കൊണ്ടുപോയി മീഡിയക്കാരുടെ മുന്നിലിട്ട് കൊടുത്തിട്ട് വിശ്വാസവഞ്ചന കാണിക്കില്ലെന്നോ? അത് കൊള്ളാം. ഇത് വിശ്വാസവഞ്ചന അല്ല സാറേ, രക്ഷപ്പെടുത്തല. അത് സാറിന് വൈകാതെ മനസ്സിലാക്കോളൂ. അപ്പടിന്നാ ജാനകി ഇത് മനസ്സിലാക്കിക്കോ, സർവീസിലുള്ള CI-നെതിരെയാണ് നിന്റെ അലിഗേഷൻ. എനിക്കറിയാം സാറേ. ചീത്തപ്പേര് വരാണ്ടിരിക്കാൻ അയാൾ എന്തും ചെയ്യും. എനിക്ക് പേടിയില്ല. The whole police force will be with him. കൂട്ടത്തിന് ബുദ്ധിയില്ല സാറേ, തനിയെ ചിന്തിക്കുന്നവനാണ് ബുദ്ധി. ജാനകി, കോടതിയിൽ സംസാരിക്കുന്നത് തെളിവുകളാണ്, സത്യങ്ങളല്ല. ചിലയിടത്ത് സത്യത്തെക്കാൾ തെളിവുകൾ സംസാരിക്കണം സാർ. അതിന് തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റുക്ക് ചീത്തപ്പേര് വരാതെ കേസ് ക്ലോസ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. കരുണൻ കോഓപ്പറേറ്റ് ചെയ്താ പെട്ടെന്ന് ഇത് ക്ലോസ് ചെയ്യാം. അപ്പുറം നാങ്ക പോകല നിക്കലെന്നെല്ലാം சொல்ல വേണ്ട. തെളിവുകളുണ്ട്. നടന്നത് എന്താന്ന് പറ. സി, ഐ കൻ ഹെൽപ്പ് യു. ഞാനവിടെ പോയി എന്നുള്ളത് നേരാ സാറേ, പക്ഷേ അതാരും കൊല്ലാനല്ല. പിന്നെ ഒരു ദിവസം ഞാൻ ക്യാൻറ്റീനിൽ ഊണ് കഴിച്ചോണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോള് വന്നു. ഹലോ, ഒരു മിനിറ്റ്. മലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടെന്നും അവരുടെ ഡീറ്റെയിൽസ് ആരാന്നും പറഞ്ഞുള്ള ഒരു ഇൻഫോമറുടെ കോളായിരുന്നു അത്. രാത്രിയിൽ നിരാഹാര പന്തലിൽ പ്രശ്നമുണ്ടാകുമെന്ന സൂചന കിട്ടിയിരുന്നുകൊണ്ട് 5 പേരെ അങ്ങോട്ട് ഡ്യൂട്ടിക്ക് വിട്ടിട്ട് ഞാൻ നേരെ ജീപ്പ് എടുത്തുകൊണ്ട് ഇൻഫോമറെ കാണാൻ വേണ്ടി പോയി. നേരെ പൂപ്പാറയിൽ ചെല്ലാനാണ് പറഞ്ഞത്. ഞാനവിടെ ചെന്ന് കുറേ നേരം അയാളെ കാത്തുനിന്നു. പെട്ടെന്ന് കാട്ടിനകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അതെന്താണെന്നറിയാൻ ഞാൻ കാട്ടിനകത്ത് കയറി അവിടെ മുഴുവൻ നോക്കി. പക്ഷേ കുറേ തിരഞ്ഞിട്ടും ഒന്നും കാണാതെ വന്നോടെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴാണ് എൻ്റെ വാച്ച് മിസ്സായ കാര്യം ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ കാട്ടിൽ കയറി കുറേയൊക്കെ തിരഞ്ഞു നോക്കി, പക്ഷെ കിട്ടിയില്ല. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി സാറേ. താനന്ന് ജീപ്പിലെത്താണ് പോണത്? അതെ സാർ. എന്നിട്ട് തിരിച്ച് താൻ വീട്ടിൽ പോയി, കറക്റ്റ്? ആ അതെ. സോ ഈ മരിച്ചുപോയ പാസ്റ്റർ ആരാ? അയാൾ എന്തിനാണ് കരുണനെ ഇത്ര തവണ വിളിച്ചത്? അയാളാണ് സാർ എൻ്റെ ഇൻഫോമർ. நீங்க போனது நின்னது வந்தது எல்லாம் சொல்றது கரெக்டா இருக்கு. நான் மொபைல் டவர் லொகேஷனும் அதான் காட்டுது. പക്ഷേ ഒരു പ്രശ്നമുണ്ട് കരുണ. நீங்க அன்னைக்கு அங்க போனது ஜீப்பில் இல்ல, வேற ஏதோ வண்டியில. ஏன்னா ஸ்டேஷன்ல அன்னைக்கு இருந்தது ஒரு ஜீப்பு தான், இன்னொன்னு ஒர்க் ஷாப்லயும்.